നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. വ്യാഴാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ശബരിമല കർമ്മസമിതി UDF കരിദിനമായി ആചരിക്കും. കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരികൾ. തീരെ സഹകരിക്കില്ല എന്നും സംസ്ഥാന ഏകോപന സമിതിയും അതുപോലെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ പയ്യന്നൂരിലെ മുഴുവൻ കടകളും കടകമ്പോളങ്ങളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രഘുനാഥിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. പുതിയ പ്രതീക്ഷകളിലൊന്നായി പുല്ലുപാറയിൽ ഇനി വ്യവസായ പാർക്ക്. IT പാർക്കിനായി കണ്ടെത്തിയ ഭൂമിയിലാണ് പുതിയ പദ്ധതി. അപകട ഭീഷണി ഉയർത്തി ചെമ്മരംകയം മുണ്ടറാനും കമ്പിപ്പാലം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസേന കടന്നുപോകുന്നത്. എരിപുരത്തെ തമ്പുരാൻകുളം സംരക്ഷണമില്ലാതെ നാശത്തിലേക്ക്. വാർത്തകളിലേക്ക് വിശദമായി. ശബരിമലയിൽ പ്രവേശിച്ച സ്ത്രീകൾക്ക് പയ്യന്നൂരിൽ ഐക്യദാർഢ്യം. പൗരാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനം. ശബരിമലയിൽ പ്രവേശനം നടത്തിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും ഐക്യദാർഢ്യവുമായി പയ്യന്നൂരിൽ പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സ്ത്രീകൾ പ്രവേശിച്ചതിൽ ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിക്കെതിരായ മുദ്രാവാക്യങ്ങളും പ്രകടനത്തിൽ മുഴങ്ങി. ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. 60ഓളം പേർ അണിനിരുന്ന പ്രകടനത്തിന് M. സുൽഫത്ത്, K. ദേവി, ലിസി ജോർജ്, സിന്ധു A, താനിയ K. ലീല എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പൊതുയോഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ ശബരിമല കർമ്മസമിതി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ വിശ്വാസികളടങ്ങുന്ന നിരവധി പേർ പങ്കെടുത്തു. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് വിശ്വാസികളായ ഹൈന്ദവ സമൂഹത്തോട് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആചാരലംഘനത്തിന് സർക്കാർ കൂട്ടുനിന്നുവെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. BJP മണ്ഡലം പ്രസിഡന്റ് T. രാമകൃഷ്ണൻ, ഗംഗാധരൻ, രാമചന്ദ്രൻ, കരുണാകരൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശബരിമലയിലെ സ്ത്രീ പ്രവേശന ദിനം പ്രതിഷേധ ദിനമാണെന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് പയ്യന്നൂരിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. വിശ്വാസങ്ങളും ആചാരങ്ങളും തച്ചു തകർക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുദ്രാവാക്യമുയർത്തിയാണ് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ ദിനമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു. DK ഗോപിനാഥ്, K. ജയരാജ്, KP കുഞ്ഞിക്കണ്ണൻ, സജിത് ലാൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഹർത്താലുകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പിലാത്തറയിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ അണിനിരന്നു.
അനാവശ്യ ഹർത്താൽ ജനങ്ങൾ തള്ളിക്കളയണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് CPIM-ന്റെ നേതൃത്വത്തിൽ പിലാത്രയിൽ പ്രകടനം നടത്തിയത്. പിലാത്ര കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. AV രവീന്ദ്രൻ, K കുഞ്ഞിക്കണ്ണൻ, M അനിൽകുമാർ, R അജിത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു പിലാത്ര കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായ ഹർത്താലിന് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്തു. എന്നാൽ ഹർത്താൽ ദിനത്തിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാര സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. ശബരിമല കർമ്മസമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഹർത്താലിനൊപ്പം സംസ്ഥാന വ്യാപകമായി പ്രകടനവും സംഘടിപ്പിക്കും. എന്നാൽ ഹർത്താലിനോട് സഹകരിക്കില്ലെന്നും കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാരമാന്ദ്യവും ഇടയ്ക്കിടെയുണ്ടാകുന്ന ഹർത്താലും വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് സംസ്ഥാന ഏകോപന സമിതിയും ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുകയാണെന്നും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ പറഞ്ഞു. വ്യാപാരമാന്ദ്യം കൊണ്ട് പൊറുതിമുട്ടുന്ന വ്യാപാര സമൂഹത്തിന് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം ഹർത്താലുകൾ, പൊടുന്നനവേ ഉണ്ടായുള്ള ഹർത്താലുകൾ കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് നാളെ പെട്ടെന്നുണ്ടായ ഹർത്താലിൽ നിന്നും വ്യാപാരി സമൂഹം പൂർണ്ണമായും മാറി നിൽക്കുകയും അതിൽ നിന്നും തീരെ സഹകരിക്കില്ല എന്നും സംസ്ഥാന ഏകോപന സമിതിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂരിലെ മുഴുവൻ കടകളും കടകമ്പോളങ്ങളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിക്കുകയാണ്. കടകൾക്കു നേരെ അക്രമമുണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറഞ്ഞു. അതേസമയം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സമരത്തിന് സഹകരിക്കില്ലെന്നും എന്നാൽ ബസ്സുകൾ നിരത്തിലിറക്കിയാൽ സുരക്ഷയൊരുക്കുന്നതിൽ അപാകത നേരിട്ടാൽ അത് വലിയ നഷ്ടമുണ്ടാകുമെന്നും അതിനാലാണ് ബസ് നിരത്തിലിറക്കാത്തതെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അങ്ങനെ 2019 ആദ്യ ഹർത്താൽ എത്തി. ഹർത്താൽ പ്രഖ്യാപിച്ചതോടെ ജനം ഒരുങ്ങി. ഹർത്താൽ ഇപ്പോൾ ആഘോഷമാക്കുന്ന കാലമായിരിക്കുകയാണ്. കടകളിലും സ്ഥാപനങ്ങളിലും തിരക്കോട് തിരക്ക്. അങ്ങനെ 2019 ആദ്യ ഹർത്താലിന് തുടക്കമിട്ടു. അതും വർഷം പിറന്ന് രണ്ടാമത്തെ ദിനത്തിൽ. ബുധനാഴ്ച ഉച്ചക്ക് ഹർത്താൽ പ്രഖ്യാപനം വന്നതോടെ കടകളിലും സ്ഥാപനങ്ങളിലും അവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള ജനങ്ങളുടെ തിരക്കാണ് കാണാൻ കഴിഞ്ഞത്. ബന്ധുക്കൾ എല്ലാവരുമായി ഒത്തുകൂടാനും സന്തോഷം പങ്കിടാനും സുഹൃത്തുക്കളോടൊപ്പം 2 സ്മോൾ അടിക്കാനും ഒരു ആഘോഷ ദിനം കൂടി. അത് ഏത് ദിനമെന്ന് ആലോചിച്ച് തലപുകയ്ക്കില്ല ഒരു മലയാളിയും. കാരണം ഹർത്താൽ എന്ന ഈ സുവർണ ആഘോഷ ദിനത്തെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു മലയാളികൾ. ഓണവും വിഷുവുമൊക്കെ ആഘോഷിക്കാൻ മലയാളി മറന്നു തുടങ്ങിയെങ്കിലും ഹർത്താൽ ആഘോഷത്തെ തള്ളിക്കളയാൻ ആർക്കും കഴിയാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഹർത്താൽ എന്ന് വെച്ചാൽ ഇപ്പം ജനങ്ങൾക്ക് ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത്. കാരണം ഹർത്താൽ എന്ന് പറയുമ്പോഴേക്ക് പച്ചക്കറി സാധനം, മീൻ എല്ലാം സ്റ്റോക്ക് പോയി ഇതെല്ലാം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം പോലെയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. പിന്നെ വീടിൽ നിൽക്കുന്ന പണിക്കാരാണെങ്കിൽ ഒരു ആവേശം കൊണ്ട് നിൽക്കുന്നത് പണിക്കാർ ഒരു ഹർത്താൽ വരാനും വേണ്ടിയിട്ട്. അപ്പോൾ ഹർത്താൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ആവേശമാണ് കാണുന്നത്. അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ പാഠശാലയായ ബീവറേജ് ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട് വാങ്ങിയ കുപ്പിയുടെ കഴുത്ത് പൊട്ടിച്ചും ചാനലുകൾ മാറ്റി മാറ്റി വെച്ചും നമുക്ക് ഈ ദിനം ഗംഭീരമായി കൊണ്ടാടാം. കാരണം ഇത് സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ ദേശീയോത്സവം ആയേക്കാനും സാധ്യതയേറെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രഘുനാഥിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ചൊവ്വാഴ്ച സന്ധ്യയോടെ പെരുമ്പ ദേശീയപാതയിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വച്ചായിരുന്നു രഘുനാഥൻ സഞ്ചരിച്ച ബൈക്കും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത്. കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറിയും കാങ്കോലിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന രഘുനാഥൻ ഓടിച്ച ബുള്ളറ്റുമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലെ ഡിവൈഡറിനും ലോറിക്കുമിടയിൽ കുടുങ്ങിയ ബുള്ളറ്റിൽ നിന്നും രഘുനാഥൻ ലോറിക്കടിയിലേക്ക് തെറിച്ചു വീഴുകയും ലോറി ശരീരത്ത് കൂടി കയറിയിറങ്ങുകയുമായിരുന്നു. രഘുനാഥൻ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് ദേശീയപാതയിലും തുടർന്ന് സ്റ്റേഷനിലും തടിച്ചുകൂടിയത്. പരിയാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച ഉച്ചയോടെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച മൃതദേഹത്തിൽ വിവിധ മേഖലകളിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി G. ശിവവിക്രം IPS റീത്ത് സമർപ്പിച്ചു. തുടർന്ന് സഹപ്രവർത്തകർ ഗാർഡ് ഓഫ് ഓണറും നൽകി. പോലീസ് സ്റ്റേഷനിലെ പൊതുദർശനത്തിന് ശേഷം കാങ്കോൽ ALP സ്കൂളിലും പൊതുദർശനം നടന്നു. തുടർന്ന് 3 മണിയോടെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. പയ്യന്നൂരിലെ
കോടതി റിട്ടയർഡ് ജീവനക്കാരനായിരുന്ന പരേതനായ കൃഷ്ണൻ നമ്പ്യാരുടെയും PP തമ്പായുടെയും മകനായിരുന്നു തെക്കേടത്ത് പുതിയ വീട്ടിൽ രഘുനാഥൻ. തിമിരി സ്വദേശിനി സീമയാണ് ഭാര്യ. ഹർഷിത, കാർത്തിക് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്വപ്നഗൃഹത്തിൽ അന്തിയുറങ്ങും മുമ്പേ അന്ത്യയാത്ര. ചിരകാലാഭിലാഷമായ നിർമ്മാണം പൂർത്തീകരിച്ച വീട്ടിൽ അന്തിയുറങ്ങും മുമ്പേയുള്ള അന്ത്യയാത്രയായി മാറി രഘുനാഥിൻ്റേത്. ചിരകാല അഭിലാഷമായി നിർമ്മാണം പൂർത്തീകരിച്ച വീട്ടിൽ അന്തിയുറങ്ങും മുമ്പേയുള്ള അന്ത്യയാത്രയായി മാറി രഘുനാഥിൻ്റേത്. ഗൃഹപ്രവേശനത്തിനുള്ള ദിവസം തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതിനിടയിലാണ് രഘുനാഥിനെ മരണം വാഹനാപകടത്തിന്റെ രൂപത്തിൽ തട്ടിയെടുത്തത്. അമ്മയും സഹോദരിയും രഘുനാഥിന്റെ കുടുംബവും താമസിച്ചിരുന്ന തറവാട് വീടിനടുത്ത് തന്നെയാണ് രഘുനാഥൻ പുതിയ വീട് നിർമ്മിച്ചത്. തന്റെ സ്വപ്നസാഫല്യമായ വീടിന്റെ അവസാന മിനുക്കുപണികൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരികയായിരുന്നു. രഘുനാഥിന്റെ കുടുംബത്തിന് ഊരാളസ്ഥാനമുള്ള കാങ്കോൽ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം രാത്രി ഡ്യൂട്ടിക്കായി തന്റെ ബുള്ളറ്റ് ബൈക്കിൽ പയ്യന്നൂരിലേക്ക് വരവെയാണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രി പെരുമ്പ സ്റ്റീക്ക് ഹൗസ് ഹോട്ടലിന് സമീപമായിരുന്നു അപകടം. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി കണ്ണൂരിലേക്ക് പോകുന്ന ലോറി രഘുനാഥൻ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിലിടിച്ചായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. വെങ്കല ശില്പനിർമ്മാണം കാണാൻ മന്ത്രിയെത്തി. കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ദേശീയ വെങ്കല ശില്പശാല ക്യാമ്പിലാണ് പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അപ്രതീക്ഷിത അതിഥിയായി എത്തിയത്. പുതുവത്സര ദിനത്തിൽ വൈകിട്ട് 7:30യോടെയാണ് അപ്രതീക്ഷിതമായി മന്ത്രി എത്തിയത്. ക്യാമ്പിലൊരുങ്ങുന്ന ശില്പങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. ഛത്തീസ്ഗഡിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നും ഡൽഹിയിൽ നിന്നുമുള്ള വിവിധ ക്യാമ്പ് പ്രതിനിധികളെ പരിചയപ്പെട്ടു. ശില്പനിർമ്മാണ രീതികളെക്കുറിച്ചും വിവിധ നാടുകളിലെ ശില്പങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ ക്യാമ്പ് കുഞ്ഞിമംഗലത്തെത്തിയതിൽ ഏറെ സന്തോഷിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. അതുപോലെ ദൈവിക സങ്കല്പങ്ങൾ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ശില്പങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ളതാണ് കുഞ്ഞിമംഗലം. അതിന് പാരമ്പര്യമുണ്ട്, പരമ്പരാഗതമായ സൗകര്യങ്ങളുണ്ട്, അതിന് പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്. ആ പ്രദേശത്ത് വെച്ച് തന്നെ ഇത്തരൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഏറെ ശ്രദ്ധയായിരുന്നു. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ വന്ന സുഹൃത്തുക്കൾ പറയുകയുണ്ടായി, ട്രഡീഷണലായ പരമ്പരാഗതമായ കാര്യങ്ങൾ കാണുന്നതിന് അവസരമുണ്ടായിരുന്നു അത് പറയുകയുണ്ടായി. മാത്രമല്ല അത് വളരെ ആകർഷണീയമാണ് ഇതുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ ഇത് ഒരു ദേശീയോദ്ഗ്രഹത്തിൻ്റെ കൂടി ഒരു സംഗമ പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ശില്പങ്ങൾ പരമ്പരാഗതമായ വെങ്കല ശില്പ നിർമ്മാണത്തിന്റെ തനത് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഗ്രാമമാണ് കുഞ്ഞിമംഗലം. ശില്പകലയിലൂടെ വിവിധ സംസ്കാരങ്ങളും ചരിത്രവും കൈമാറുന്നതിനു കൂടി ക്യാമ്പ് വേദിയൊരുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്യാമ്പ് പ്രതിനിധികൾക്കും സംഘാടകർക്കും നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേർന്നാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവത്സരം കൂടി ഉണ്ടാകട്ടെ എന്ന് താങ്കളുടെ പ്രേക്ഷകരെ കൂടി ഞാൻ അപകട ഭീഷണി ഉയർത്തി ചെമ്മരംകയം മുണ്ടറാനം കമ്പിപ്പാലം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസേന കടന്നുപോകുന്നത്. ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഞങ്ങൾ ഏറെ ഭയപ്പാടോടെയാണ് അകത്തേക്ക് കടന്നത്. വീഴുമെന്ന ഭയം ഒരു ഭാഗത്ത്, അത് സഹിക്കാം. പക്ഷേ ഈ പാലത്തിൻ്റെ ഏതു ഭാഗം തൊട്ടാലും സെപ്റ്റിക് അതാണ് സ്ഥിതി. കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ മുണ്ടറാനവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് തൂണിൽ കമ്പികൾ വലിച്ചു കെട്ടി ഇരുമ്പ് പലക സ്ഥാപിച്ചാണ്. ഇത് നിർമ്മിച്ചിട്ട് ഏകദേശം 2 പതിറ്റാണ്ടോളം ആയെങ്കിലും ഇതിൻ്റെ അറ്റകുറ്റപ്പണിയൊന്നും ഇതുവരെയും എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് പുഴയിൽ നിന്ന് വെള്ളം കയറി പാലത്തിൻ്റെ അരികുകളിലെ മണ്ണ് ഇടിഞ്ഞ് പാലത്തിൽ കടക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് കമുങ്ങ് മുറിച്ച് മരത്തൂണിട്ട് നന്നാക്കുകയും ചെയ്തിരുന്നു. ഈ പാലത്തിന്റെ ഇരുവശങ്ങളിലും നിർമ്മിച്ച ഇരുമ്പ് പലകകൾ മുഴുവൻ തുരുമ്പിച്ച് നശിച്ചിരിക്കുകയാണ്. ഇവ ശരീരത്തിൽ തറച്ച് മുറിവുണ്ടാകുന്നതും നിത്യസംഭവമാണ്. MLA വന്നു, കാസർഗോഡ് തൃക്കരിപ്പൂർ MLA, പെരിങ്ങോം പഞ്ചായത്തിൽ നിന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇവരുടെ എസ്റ്റിമേറ്റ് എടുത്ത് പോയതല്ലാണ്ട് പിന്നെ എത്ര കഴിഞ്ഞ ഓഗസ്റ്റ് പോയത് പൊളിഞ്ഞു പോയത്. ഇപ്പോൾ ഇവിടെ വീണ്ടും ഞങ്ങൾക്കും കവുങ്ങെല്ലാം വെച്ചിട്ടാണ് അങ്ങോട്ട് പോകും. ഏതാണ്ട് ഒരു 10-50 പിള്ളേർ രാവിലെയും വൈകുന്നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ
നാട്ടുകാർ മൊത്തം. പാലത്തിന്റെ ശൂചാവസ്ഥ പരിഹരിക്കുന്നതിനായി നാട്ടുകാർ നിരവധി തവണ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ഇവർ സ്ഥലം സന്ദർശിക്കുകയല്ലാതെ യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അടുത്ത വേനലിലെങ്കിലും ഇത് നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രാർത്ഥന. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും യാതൊരുവിധ അറ്റകുറ്റപ്പണികളും എടുത്തിട്ടില്ല. അധികൃതർ പലതവണ ഇവിടെ വന്ന് എസ്റ്റിമേറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഏത് സമയത്തും നിലംപൊത്താവുന്ന ഈ പാലത്തിന് മുകളിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി മനോജ് ചെറുപുഴ. 2019 പുതിയ പ്രതീക്ഷകളിലൊന്നായി പുല്ലുപാറയിൽ ഇനി വ്യവസായ പാർക്ക്. കണ്ണൂർ ജില്ലയിലെ സൈബർ പാർക്കിനായി 2011 തറക്കല്ലിട്ട എരമം പുല്ലുപാറയിൽ ഇനി IT പാർക്കിന് പകരം വ്യവസായ പാർക്കാണ് വരുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പഴയങ്ങാടി ഉപയോഗശൂന്യമായി കിടക്കുന്ന 26 ഏക്കർ ഭൂമി. എരമം പുല്ലുപാറയിൽ സൈബർ പാർക്കിനായി ഇറക്കിയ തുരുമ്പെടുത്ത് നശിച്ച ലോഡ് കണക്കിന് ഇരുമ്പു സാമഗ്രികൾ. പ്രഖ്യാപനങ്ങളെ ഇരുട്ടിലാഴ്ത്തി സൈബർ പാർക്ക് നിർമ്മാണം നടക്കില്ലെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരുന്നു. അതേ സ്ഥലം വ്യവസായ പാർക്കായി മാറുമെന്ന ഊഹാപോഹങ്ങൾക്കാണ് ഇപ്പോൾ പുതിയ തീരുമാനമായി മാറിയത്. സൈബർ പാർക്കിന് പകരം ഇനി പുല്ലുപാറയിൽ വ്യവസായ പാർക്ക്. IT വകുപ്പിന്റെ അധീനതയിലായിരുന്ന പാർക്ക് വ്യവസായ വകുപ്പിന് കൈമാറി. വ്യവസായ പാർക്കാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം അവസാനത്തോടുകൂടി വ്യവസായ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് സാധ്യത. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിനും മലബാറിന് തന്നെയും വികസനത്തിന്റെ പുത്തൻ പ്രതീക്ഷകൾ സമ്മാനിച്ചായിരുന്നു സൈബർ പാർക്കിന് 2011 അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തറക്കല്ലിട്ടത്. സൈബർ പാർക്കിനായി നബാർഡിൽ നിന്നും 21.40 കോടി രൂപ വായ്പ നൽകിയിരുന്നു. എന്നാൽ റോഡും വൈദ്യുതിയും പൂർത്തിയാക്കി കെട്ടിടം പണി തുടങ്ങിയപ്പോഴേക്കും സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഗ്രാമപ്രദേശത്ത് സൈബർ പാർക്കിന് സാധ്യതയില്ല എന്നതായിരുന്നു പറഞ്ഞുകേട്ട കാരണങ്ങൾ. IT പാർക്കിനായി 5 കോടി രൂപയോളം ചെലവഴിച്ചിരുന്നു. IT മേഖലയിലെ തൊഴിലവസരങ്ങൾ കാത്തുനിന്ന നാട്ടുകാരുടെ പ്രതീക്ഷകളും മങ്ങി. പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ട കേന്ദ്രമായി മാറി. ഇപ്പോൾ IT പാർക്കിന്റെ സ്ഥാനത്ത് വ്യവസായ പാർക്ക് വരുന്നുവെന്ന പുതിയ പ്രഖ്യാപനത്തോടെ തൊഴിലവസരങ്ങൾ തുറക്കുമെന്ന് വേണം കരുതാൻ. പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നുള്ള പുതിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഉത്തര മലബാറിന്റെ മുഖച്ഛായ തന്നെ മാറ്റേണ്ടിയിരുന്ന എരമം സൈബർ പാർക്കിന്റെ നിർമ്മാണം നിലച്ചിട്ട് കാലമേറെയായി. ഇപ്പോൾ സ്ഥലം IT വകുപ്പ് വ്യവസായ വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു. ഇനി ഇവിടെ വ്യവസായ പാർക്കാണ് ഉയരാൻ പോകുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ശ്രീലേഖ രാകേഷ്, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓവുചാലിന്റെ സ്ലാബ് തകർന്ന് യാത്രക്കാരന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കുഞ്ഞുമംഗലത്തെ PP താഹിറിനാണ് പരിക്കേറ്റത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെ ശുചിമുറിക്കു സമീപത്തെ ഓവുചാലിന്റെ സ്ലാബ് തകർന്നാണ് അപകടമുണ്ടായത്. സ്ലാബ് തകർന്ന് ഓവുചാലിന്റെ കുഴിയിൽ വീണ താഹിറിനെ സമീപത്തെ കടക്കാരാണ് പുറത്തെടുത്തത്. കാലിന് പരിക്കേറ്റ ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഓവുചാലുകളിലെ സ്ലാബുകൾ തകരുന്നത് പതിവായിരിക്കുകയാണ്. അശാസ്ത്രീയമായി സ്ലാബ് നിർമ്മിച്ചതാണെന്നും പരാതി ഉയർന്നിരുന്നു. സ്ലാബിന്റെ അകത്തേക്ക് എന്താ പറ്റിയത്? കാലിന് ചെറിയൊരു മുറി ഉണ്ട്, കാലിന് ചെറിയ ഒരു അടി പറ്റി, വേറെ സംഭവിച്ചില്ല. മതിയായ കമ്പികൾ ഉപയോഗിച്ചില്ലെന്നും നിർമ്മാണ സമയത്ത് തന്നെ ജനങ്ങൾ പരാതി ഉയർത്തിയിരുന്നു. കുരുമുളകിന്റെ വിളവും വിലയും കുറയുന്നു. കർഷകർ കടുത്ത പ്രതിസന്ധിയിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനമാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാകാം കുരുമുളകിന്റെ വിലയിൽ കനത്ത ഇടിവ്. പലയിടത്തും കഴിഞ്ഞ വർഷത്തിലെ ഉൽപാദനത്തിന്റെ പകുതി പോലും കൊല്ലമില്ലെന്നാണ് കർഷകർ പറയുന്നത്. കുരുമുളകിന്റെ വില ഇടക്കാലത്ത് കുതിച്ചു കയറിയപ്പോൾ പല കർഷകരും കുരുമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഇറക്കുമതി നയം ഇവർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കൂനിന്മേൽ കുരുവെന്ന പോലെ ഇപ്രാവശ്യം ഉൽപാദനവും ഗണ്യമായി കുറഞ്ഞു. കാര്യമായി തണുപ്പും മഞ്ഞും ഇല്ലാത്തതും മഴ പല സ്ഥലത്തും പെയ്തതും കർഷകന്റെ മനസ്സിലെ ആധിക്ക് ആഴമേറ്റി. കുരുമുളക് കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വൈദ്യുതി ഉണ്ടാക്കാൻ പുത്തൻ ആശയങ്ങൾ കണ്ടുപിടിക്കുകയാണ് പയ്യന്നൂർ രാമന്തളി സ്വദേശി മുഹമ്മദ്. തന്റെ മനസ്സിലുദിച്ച ചെറിയ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രവാസി. അബുദാബി പോലീസിന്റെ മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന രാമന്തളി സ്വദേശി മുഹമ്മദ് തന്റെ ആശയങ്ങളെ സാക്ഷാത്കരിക്കുകയാണ്.
വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കുഞ്ഞു യന്ത്രം ഉണ്ടാക്കാനുള്ള പണിപ്പുരിയിലാണ് ഈ പ്രവാസി. മോട്ടോർ ബൈക്ക്, ഗിയർ ചെയിൻ, ലഭ്യമായ മറ്റ് വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ യന്ത്രം നിർമ്മിക്കുന്നത്. ഭൂഗുരുത്വാകർഷണ ബലത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയും ഡൈനാമോയിലൂടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുകയും ചെയ്യുന്നു. പൂർണ്ണരൂപത്തിൽ യന്ത്രമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിലവിലെ വൈദ്യുതി ഉപയോഗിച്ച് വീട്ടിലെ ഫാൻ, ലൈറ്റ് എന്നിവയെല്ലാം തെളിയിക്കാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണരൂപത്തിൽ യന്ത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് മാത്രമല്ല ഒരു ഗ്രാമത്തിലേക്ക് തന്നെ മികച്ച രീതിയിൽ വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നാണ് മുഹമ്മദ് പറയുന്നത്. ഇത് ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ നിർമ്മിച്ച ഒരു ഉപകരണമാണ്. ഇത് മെക്കാനിക്കൽ ഫോഴ്സായി മാറി ആ മെക്കാനിക്കൽ ഫോഴ്സിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് വർക്ക് ചെയ്യുന്ന ഒരു സൈഡിൽ എന്നും 8 വെയിറ്റ് കറങ്ങിക്കൊണ്ടിരിക്കും. കാറ്റാടി യന്ത്രത്തിനെയും സോളാർ പാനലിനെയും അപേക്ഷിച്ച് ഇതിന് ചിലവും കുറവാണ്. ഒരു വിദഗ്ധ എഞ്ചിനീയറെ കണ്ടെത്തി പൂർണ്ണരൂപത്തിൽ യന്ത്രം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് മുഹമ്മദ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എരിപുരത്തെ തമ്പുരാൻകുളം സംരക്ഷണമില്ലാതെ നാശത്തിലേക്ക്. കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന കുളത്തിനു ചുറ്റിലും ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുകയാണ്. എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ മാടായി തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ കീഴിലുള്ള 1.5 ഏക്കറോളം വിസ്തൃതിയിലുള്ള തമ്പുരാൻകുളം മതിയായ സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിലാണുള്ളത്. പുരാതനമായ ഈ കുളം ചിറക്കൽ തമ്പുരാൻ മാടായിക്കാവിലെത്തുമ്പോൾ വിശ്രമിക്കാനായി സമീപത്തുള്ള മഠവും ഈ തമ്പുരാൻകുളവും ഉപയോഗിക്കാറുണ്ടെന്നും കാവിൽ ചാക്യാർകൂത്തിന് വരുന്നവർക്കും ഉപയോഗിക്കാറുണ്ടെന്നും പഴമക്കാർ പറയുന്നുണ്ട്. ചൊറിഞ്ഞിട്ട് ആൾക്കൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, കുളിക്കുന്നുമില്ല. ഇതിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് പഞ്ചായത്തും നാട്ടുകാരും ദേവസ്വം ബോർഡും കൂടിയിട്ട് എന്തെങ്കിലും അതിന് പരിഹാരം കാണണം, സർക്കാരും. വെള്ളം പിന്നെ അങ്ങനത്തെ വറ്റാത്തത് ഇങ്ങനെ വെള്ളം വറ്റാതെന്ന് വെച്ചാൽ വാട്ടർ ഇപ്പം നിർത്തിവെച്ചുകൊണ്ട് അതുകൊണ്ടാണ്. വർഷങ്ങളോളം ഈ കുളത്തിലെ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പമ്പിങ്ങിനായി ഉപയോഗിച്ചിരുന്നത്. 2 വർഷമായി ജപ്പാൻ കുടിവെള്ള പദ്ധതി എത്തിയതോടെ ഈ കുളത്തിലെ പമ്പിങ്ങും നിർത്തിവെച്ചു. വേനൽക്കാലം എത്തിയാൽ വറ്റിവരണ്ട് കുട്ടികളുടെ കളിസ്ഥലമായി മാറുമായിരുന്നു. പമ്പിംഗ് നിർത്തിയതോടെ 2 വർഷമായി വെള്ളം വറ്റാതെ കിടക്കുകയാണ്. യാതൊരു സംരക്ഷണവുമില്ലാതെ ആയതോടെ വെള്ളം മലിനപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. കുളത്തിന് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. മുകൾ ഭാഗത്തു നിന്നും ചളിവെള്ളം കുത്തിയൊലിച്ച് കുളത്തിലേക്കാണ് പതിക്കുന്നത്. വർഷങ്ങളായി ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തരും നാട്ടുകാരും കുളിക്കാനായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്നാൽ വെള്ളം മലിനപ്പെട്ടതോടെ ആരും കുളത്തിൽ ഇറങ്ങാതെയായി. കുളം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടക്കം പറയുന്നത്. സ്വാമി ഭക്തന്മാർ ഉപയോഗിക്കുന്ന കുളമാണ്, നാട്ടുകാർ ഉപയോഗിക്കുന്ന കുളമാണ്. പിന്നെ മാടേക്കാവിൽ ചാക്യാർകൂത്തിന് മഠത്തിൽ വന്നിട്ട് താമസിക്കുന്നു. ചുറ്റിലും പാർശ്വഭിത്തി കെട്ടി ജലസംഭരണിയാക്കി മാറ്റി സമീപത്ത് ഒരു പാർക്കിംഗ് നിർമ്മിച്ച് പ്രദേശം ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊതുസ്ഥലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം നവീകരണത്തിലൂടെ ഒരു കുളവും നമുക്ക് ഉപയോഗപ്രദമാക്കാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ഗ്രാമങ്ങളിൽ വീണ്ടും നാടകത്തിന്റെ അരങ്ങ് ഉണരുന്നു. ഒരിക്കൽ സജീവമായിരുന്ന നാടകങ്ങൾ ഗ്രാമജീവിതത്തിന്റെ തുടിപ്പുകളായിരുന്നു. പിന്നീട് അത് തനിയെ നിശ്ചലമായി. വീണ്ടും ഇതാ നാടകങ്ങളുടെ തുടിപ്പുണരുകയാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാകായികമേള സംഘടിപ്പിച്ചു. ബുധനാഴ്ച പെരിങ്ങോത്ത് വെച്ച് നടന്ന മേളയിൽ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടന്നു. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഭിന്നശേഷി കലാകായിക മേളയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. മാപ്പിളപ്പാട്ട്, സിനിമാ ഗാനം, നാടൻപാട്ട്, മിമിക്രി, മോണോ ആക്ട്, ചിത്രരചന, കളറിംഗ്, കസേരക്കളി, ഡാൻസ്, ചെണ്ടമേളം തുടങ്ങിയ പരിപാടികളിലൂടെ മേളയ്ക്ക് കൊഴുപ്പേകിയപ്പോൾ മാനസികമായും ശാരീരികമായുള്ള വേദനകളൊന്നും തന്നെ ഇവരെ തെല്ലലട്ടിയില്ല. ചടങ്ങിൽ നാട്ടുകാരും കൂടിയായപ്പോൾ ആവേശത്തിനും ആരവത്തിനും ഇവർക്കും ഉല്ലാസമേറി. ചടങ്ങിൽ SC/ST വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. നളിനി കലാകായികമേള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുന്നിൽ തന്നെ ഒരു ഉത്തമ ഉദാഹരണമുണ്ട്, നമ്മുടെ ഹിബ. എന്തുകൊണ്ടാണോ ഇന്നിവിടെ എത്തിച്ചേരാത്തതെന്ന് അറിയില്ല. ഭിന്നശേഷിയിൽപ്പെട്ട ഒരു കുട്ടി നമുക്ക് ദേശീയ തലത്തിൽ തന്നെ അവാർഡുകളൊക്കെ വാങ്ങിക്കൊണ്ട് ചിത്രരചന, പല ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ട്, നമ്മൾ കണ്ടെത്താത്തതാണ്. പക്ഷെ അവ കണ്ടെത്തി നമ്മൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് M. ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ലതാ ഗോപി, K. നളിനി, PS. റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ മിനി മാത്യു സ്വാഗതവും ബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.
ആധാരമെഴുത്ത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ജനുവരി 5-ന് തൃക്കരിപ്പൂരിൽ നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഓരോ 2 വർഷം കൂടുമ്പോഴും സമ്മേളനങ്ങളും അതിൻ്റെ ഇടയിലുള്ള ഒരു വർഷം കൺവെൻഷൻ നടത്തി സംഘടനാ പ്രവർത്തനം വളരെ ഊർജിതമായി എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തന്നെയാണ് കഴിഞ്ഞ 41 വർഷങ്ങളായി രജിസ്ട്രേഷൻ കഴിഞ്ഞ 41 വർഷങ്ങളായി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ കീഴിൽ കേരളത്തിൽ 50,000-ൽ പരം തൊഴിലാളികൾ ആധാരമെഴുത്തു മേഖലയിൽ ജോലി ചെയ്യുന്നു. ഇതിൽ 60% വനിതകളാണ്. തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, ആധാരമെഴുതുന്ന തൊഴിൽ ലൈസൻസുള്ള ആധാരം എഴുത്തുകാർക്ക് മാത്രമായി സംവരണം ചെയ്യുക എന്നതാണ് ആധാരം എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സംഘടനാ നേതൃത്വവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആധാരമെഴുത്തുകാരുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയാൽ ഏതു പരിഷ്കാരങ്ങളും ഈ മേഖലയിൽ വിജയിപ്പിക്കുമെന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അന്തിമ തീരുമാനം കൂടി കൺവെൻഷൻ ചർച്ച ചെയ്ത് ആധാരമെഴുത്തുകാരുടെ നിലനിൽപ്പിനുള്ള ഒരു പോരാട്ടമായി ഈ കൺവെൻഷൻ മാറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 5-ന് ശനിയാഴ്ച തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹാളിൽ TV ഭരതൻ നഗറിൽ നടക്കുന്ന കൺവെൻഷൻ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സുനിൽ കൊട്ടറ അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AJC ബഷീർ മുഖ്യാതിഥിയാകും. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിഭകളെ ആദരിക്കും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വി ശങ്കരൻ നമ്പൂതിരി, K ജനാർദ്ദനൻ, KK കുമാർ, സുനിൽ കൊട്ടറ, PR കുഞ്ഞിരാമൻ, PP കുഞ്ഞികൃഷ്ണൻ, P അരവിന്ദാക്ഷൻ, M ഗോപാലൻ, AV സീമ, PN സുധീഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കോറോം ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ ആണ്ടിയൂട്ട് പൂജാ മഹോത്സവം ജനുവരി 3-ന് നടക്കും. ഇനി മാറ്റൊലി. യുവതികൾ മല ചവിട്ടി. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. എനിക്ക് പറയാനത് സുപ്രീം കോടതി വിധി ഇപ്പോൾ നടപ്പിലായി എന്നല്ല പറയാം. 2 പെണ്ണുങ്ങൾ അവിടെ കയറി. ഇനി ഇതുകൊണ്ട് തന്ത്രിയുടെ പേരിൽ നടപടി എടുക്കുന്നതാണ് നേരത്തെ വാർത്തയിൽ കാണാൻ കഴിയുന്നത്. ബോർഡ് പിന്നെ ദേവസ്വം ബോർഡ് കൂടിയിട്ട് തന്ത്രി ഒരു നടപടി എടുക്കുന്നതാണ് നേരത്തെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ പലതായിട്ട് വരുന്നുണ്ട്. നാളെ ഇപ്പം ഹർത്താൽ, ഇന്നിപ്പം പത്തനംതിട്ട ഇന്നേ ഹർത്താൽ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശരിയല്ലത്. അത് മറ്റേ പിണറായി വിജയൻ്റെ ഒരൊറ്റ സംഭവമാണ്. മോശമായിട്ടൊരു ഇതാണ്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയായുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ടത് ഒരു പൗരൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ കയറിയത് വളരെ ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും തുല്യമായിട്ട് ആരാധനാ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അത് അവർ ചെയ്തോട്ടെ. അത് സ്ത്രീകളാണ് എന്ന് വെച്ചിട്ട് മാറ്റി നിർത്തപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ആരെയും നിർബന്ധിക്കുകയും വേണ്ട നിർബന്ധമായിട്ട് പോകണമെന്ന്. ഇഷ്ടമുള്ളവർ പോയിക്കോട്ടെ, അല്ലാത്തവർ പോകണ്ട. പോകുന്നത് ഒരു തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഋതുവായ പെണ്ണുങ്ങൾ ശബരിമലയിൽ കയറാൻ പാടില്ലാത്തൊരു ആചാരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന ആചാരം നമുക്ക്, മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്നത് അവർക്ക്, അങ്ങനെ ഓരോ ക്രിസ്ത്യാനിക്കും അവർക്ക് ഓരോ ഇതുണ്ട്. അത് ഈ നമ്മളെ മുഖ്യമന്ത്രി ഇതിൽ ഒരു കാരണവശാലും ഇതിൽ ഇടപെടാൻ പാടില്ല ഇതായിട്ട് പറയണം. ഇതിന് വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വ്യാഴാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ശബരിമല കർമ്മസമിതി. UDF കരിദിനമായി ആചരിക്കും. കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരികൾ. തീരെ സഹകരിക്കില്ല എന്നും സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന ഏകോപന സമിതിയും അതുപോലെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂരിലെ മുഴുവൻ കടകളും കടകമ്പോളങ്ങളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രഘുനാഥിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. രണ്ടായിരത്തി 19 പുതിയ പ്രതീക്ഷകളിലൊന്നായി പുല്ലുപാറയിൽ ഇനി വ്യവസായ പാർക്ക്.
IT പാർക്കിനായി കണ്ടെത്തിയ ഭൂമിയിലാണ് പുതിയ പദ്ധതി. അപകട ഭീഷണി ഉയർത്തി ചെമ്മരംകയം മുണ്ടറാനും കമ്പിപ്പാലം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസേന കടന്നുപോകുന്നത്. എരിപുരത്തെ തമ്പുരാൻകുളം സംരക്ഷണമില്ലാതെ നാശത്തിലേക്ക്. വാർത്താ നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.